അതുകൊണ്ട് ഇപ്പൊ പള്ളിക്കാര് ഞങ്ങൾക്ക് എണ്ണം കൂടുതലാണ്, ഞങ്ങൾക്ക് ഒരു അച്ഛനെയും കൂടെ വേണം എന്ന് പറയുന്നുണ്ട്. ശരി, ശമ്പളം കൊടുക്കാവൂന്ന് ചോദിക്കുമ്പോൾ മേലെന്ന് പറയും. എവിടെ ശമ്പളമാണല്ലോ അടിസ്ഥാന അല്ല, ഘടകം. ശമ്പളം എന്നുള്ള വേറൊരു ഘടകം കൂടെ ഉണ്ട്. ഇപ്പം നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തില് വി ഹാവ് ടു അപ്രീഷിയേറ്റ് സ്പെഷ്യലി അച്ഛന്മാർ ഇവിടുത്തെ. കാരണം അവരിൽ ഒരു 3-4 അച്ഛന്മാരെല്ലാവരും തന്നെ ഒഴിച്ചു എല്ലാവരും തന്നെ മറ്റു രീതിയിൽ അവരുടെ ഉപജീവന മാർഗം തേടിയും കൂടെ അവര് പള്ളി നടത്തുന്നു. ഇപ്പൊ പള്ളിയിൽ നിന്ന് കിട്ടുന്നത് ഈ കൊടുക്കുന്നവന് വലിയ തുകയെന്ന് തോന്നുന്നെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു പള്ളിക്കാരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഈ ശമ്പളത്തിന് ജോലി എടുക്കാൻ തയ്യാറാണോ? പുറത്ത് നിങ്ങൾ ഈ പറയുന്ന ജോലി ഇത്രയും ശമ്പളം കിട്ടിയ ആർ യു ഹാപ്പി? ഇപ്പം എന്ന് പറയുന്ന കാര്യം, ഇപ്പൊ ഇവിടെ ഇപ്പൊ $2,800 ഒരു വൈദികന് മാസം കൊടുക്കുന്നത്. സത്യത്തില് അവരുടെ പണി മണിക്കൂറിന് കണക്ക് കൂട്ടിയ അമേരിക്കയിലെ മിനിമം വേജ് ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മറ്റു മേഖലകളിൽ ജോലി ചെയ്ത് അവരുടെ സസ്റ്റൈനബിലിറ്റി, അത് ചിലപ്പോ അവര് ജോലി ചെയ്തില്ലെങ്കിൽ കൊച്ചമ്മയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുപോലും കൊടുക്കാൻ പറ്റാത്തവർക്ക് ഞങ്ങൾക്ക് അച്ഛനെ വേണമെന്ന് പറയുമ്പം, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ജോലി സ്ഥലത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി കൂടുതലാണ്, എനിക്ക് ഒരാളെയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പോയി ജോലി ചെയ്യുവോ? ശമ്പളം തരികയല്ല, നീ ജോലി എടുത്തോളാൻ പറഞ്ഞ നടക്കുന്ന കാര്യമല്ലല്ലോ. അതാ അപ്പൊ ഈ പലപ്പോഴും നമുക്ക് പിന്നെ ഈ വലിയ പള്ളി എന്ന് പറയുന്നത് അത് വളരെ റിലേറ്റീവ് ടേമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുന്നത് 230 വീട്ടുകാരുള്ള ഒരു പള്ളി. അപ്പം നമ്മൾ കേരളത്തില് 250 വീട്ടുകാരുള്ള ഒരു പള്ളി ഏതെങ്കിലും വലിയ പള്ളിയായിട്ട് ആരും കൂട്ടാറില്ല. ഒരിടത്തരം പള്ളി, അല്ലെ തീരെ കുഞ്ഞല്ല, ഇപ്പൊ ഒരു കൊച്ചു പള്ളിയായിട്ടാ. അവിടെ നമ്മൾക്ക് 2-3 അച്ഛന്മാര് വേണം. അപ്പം പക്ഷെ അവിടുത്തെ ഇതല്ലല്ലോ ഇവിടെ. അല്ല, അവിടുത്തെ അതല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന അവിടുത്തെ അച്ഛന്മാര് ഇത് കൂടുതൽ എന്തോ ചെയ്യുന്നു. അല്ലെങ്കിലും ഇവിടെ ഓരോ ഇടവകയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇടവകയെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഇടവക ജനങ്ങളും അവിടുത്തെ വികാരിയുമായി ഒരു അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അത് പക്ഷെ ആ ഒരു ഇഴയെടുപ്പം നാട്ടിൽ കിട്ടണമെന്നില്ല. അല്ല, അതിനുള്ള ഒരു കാരണം, നാട്ടിലുള്ളവരിത് കേട്ടാ എന്നെ ചീത്ത വിളിക്കും, ട്രാൻസ്ഫറാ. ട്രാൻസ്ഫറിന് തിരുമേനി എതിരാണോ? അബ്സല്യൂട്ട്ലി. അതെന്തുകൊണ്ടാ കാര്യം? അല്ല, ഒന്നാമത് ചരിത്രപരമായിട്ട് മലങ്കര സഭയിൽ ട്രാൻസ്ഫർ എന്നാണ് ഒരു 50 അല്ലെങ്കിൽ 60, ഈ 60 വർഷം കൊണ്ട് നമ്മൾ ആത്മീയമായ ഔന്നത്യം ഒന്നും കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരച്ഛൻ നാട്ടിലെ രീതിക്ക് 3 കൊല്ലം ഒരു പള്ളിയിൽ ചെല്ലും. ഈ 3 കൊല്ലം അവിടെ ഇരുന്ന് അങ്ങേർക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്? നമുക്ക് ശുശ്രൂഷകളൊക്കെ നടത്താം. 3 കൊല്ലം വരെ സഹിച്ചാൽ പോരെ വിശ്വാസികൾ? പ്രിസൈസ്ലി ദാറ്റ് ഈസ് വെയർ ഐ ആം കമ്മിങ് ടു. നമ്മൾ ഈ ട്രാൻസ്ഫറിനെ പറയുന്നത് ബെന്നി ഈ പറഞ്ഞതുമാതിരി തന്നെ പ്രോബ്ലം ഉള്ള അച്ഛന്മാരെ കുറിച്ചാണ്. ഈ അച്ഛൻ ഈ പണിക്ക് കൊള്ളുകയല്ല, ഇയാളെ 3 കൊല്ലം ഞങ്ങൾ സഹിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നു. തിരിച്ച് വളരെ നല്ലൊരു അച്ഛൻ വരും, നമുക്ക് സങ്കടമല്ലേ ഈ അച്ഛൻ പോകും. അപ്പം നമ്മൾ ക്വാളിറ്റിയിൽ ഇൻസിസ്റ്റ് ചെയ്താൽ ഈ പ്രശ്നം കഴിയും. അപ്പൊ എന്തുകൊണ്ടാ തിരുമേനി ഇവിടെ ചില പള്ളികളിലൊക്കെ ട്രാൻസ്ഫർ ഭാഗികമായി തിരുമേനി ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്? വളരെ പ്രായോഗിക നീഡ് കൊണ്ട് ചെയ്തതാണ്. കാരണം ഞാൻ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ പലതും ട്രാൻസ്ഫർ അല്ല, പിരിച്ചുവിടല. കാരണം അച്ഛനെ അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല, കുറച്ചു കാലത്തേലും പറയും, അച്ഛൻ കുറച്ചു കാലം ഒന്ന് വിശ്രമിക്കും, അച്ഛന് പറ്റിയ പണിയല്ല, ഇതൊന്ന് വിശ്രമിച്ചു. പിന്നെ നമ്മൾ എത്ര നല്ല രീതിയിൽ കണ്ടെത്തിയാലും ചില പള്ളിക്കാരും ചില അച്ഛനും തമ്മിൽ മിസ്ഫിറ്റാണ്. അത് രണ്ടുപേരുടെയും കുഴപ്പമല്ല. അത് മിക്കവാറും എനിക്ക് ആ ചേഞ്ച് വരുന്ന കൊച്ചച്ഛന്മാരുടെ സാഹചര്യത്തിലാണ്. കാരണം അവരാദ്യ ശുശ്രൂഷയാണ്, അവർ ആദ്യം ചെല്ലുന്ന പള്ളിയിൽ. അപ്പൊ ഇത് ഞാനും അസസ് ചെയ്ത് നിൽക്കട്ടെ, ഇത് ഹീസ് എ മിസ്ഫിറ്റ്, ഹി ക്യാൻ ബി മൂവ് ടു സംവെയർ എൽസ്. ദീർഘകാലം ഇരുന്ന അച്ഛന്മാരെ മാറ്റേണ്ടി വളരെ അപൂർവമായിട്ടാണ് വരാറുള്ള. പിന്നെ ചിലപ്പോൾ എനിക്കറിയാവുന്ന തന്നെ ഈ അടുത്ത സമയത്ത് ഒരു അച്ഛൻ വളരെ പ്രായോഗിക റീസൺ കൊണ്ട് അച്ഛൻ അവിടുന്ന് മൂവ് ചെയ്യേണ്ടി. അപ്പൊ പിന്നെ അച്ഛൻ ചെന്നിടത്ത്
ഉള്ള ഒരു പള്ളിയിലേക്ക് സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തു. അത് ചെയ്യാൻ സൗകര്യം കിട്ടിയത് ആ അച്ഛന് പോകേണ്ടി വന്നോണ്ട. അപ്പൊ അങ്ങനൊക്കെ അല്ലാതെ ഒരിക്കലും ഞാൻ ഒന്നാമത് ഇടവ ശുശ്രൂഷ, നമ്മുടെ ഈ പട്ടംകൊട ശുശ്രൂഷ തന്നെ ഒന്ന് വായിച്ചു നോക്കി. ഇപ്പം നമ്മളതൊക്കെ അമെൻഡ് ചെയ്ത് അവിടെ അവരച്ഛനെ വാഴിക്കുന്ന ഇന്ന പള്ളിയിൽ ഇന്ന ത്രോണോസിലേക്കെന്നും പറഞ്ഞു. ഇപ്പം നമ്മൾ ഇന്ന ഭദ്രാസനത്തിൽ ഇന്ന ത്രോണോസിൽ വെച്ചെന്നൊക്കെ പറയും. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് അങ്ങനെ തിരിച്ചായിരുന്നു. അപ്പം ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ ഈ ഇടവപ്പെട്ടക്കാർ എവിടുന്ന് വന്ന? അപ്പൊ ഈ ഇടവപ്പെട്ടക്കാരെന്ന് പറഞ്ഞ പൗലോസ്ലീഹ പറയുന്ന ഇവന്റെ സാക്ഷ്യം പരിശോധിക്കുന്നത് എവിടെ? ഇപ്പൊ ഞാൻ ഒരാളെ പിടിച്ച് പട്ടം കൊടുക്കുന്നു, ഇവന്റെ സാക്ഷ്യം ഞാൻ എങ്ങനെ പരിശോധിക്കുന്നു? ഇടവപ്പെട്ടക്കാരെന്ന് പറഞ്ഞാൽ ഇടവകയുടെ സാക്ഷ്യത്തോടുകൂടി വരുന്നവനാ. അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊരു ഇതിനകത്ത് ചില ദൈവശാസ്ത്ര സങ്കല്പങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കും. ഈ മനംഗ് കമ്മിറ്റിയില് പലപ്പോഴും ചർച്ചകൾ, ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചർച്ചകൾ എനിക്ക് തോന്നുന്ന കുറവാണ്. എങ്കിൽ പോലും ഈ മെത്രാപ്പൊലീത്തമാരുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് വലിയൊരു ചർച്ചകൾ പുറത്ത് നടക്കുന്നുണ്ട്. മനംഗ് കമ്മിറ്റിയിലൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എന്താ തിരുമേനിയുടെ ഒരു അഭിപ്രായം? ഇത് പണ്ട് ചർച്ച ചെയ്ത് സുനോദോസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നിശ്ചയം എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പൊ പിന്നെ ഈ ചർച്ച വല്ലോടത്തും നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ മാതിരിയാ, ഈ വൈദികരുടെ ട്രാൻസ്ഫറിനെ ഞാനിതിന്റെ ഒരു എക്സ്ട്രീം പൊസിഷനാണ്. അച്ഛനെ ട്രാൻസ്ഫർ മെത്രാച്ചനെ ട്രാൻസ്ഫർ ചെയ്താൽ പോലും അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയുന്നത്. ഇപ്പൊ വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിവുള്ള ഒരു അച്ഛൻ, ആ അച്ഛൻ പള്ളിയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ നടത്തി, പിന്നെ വിശ്വാസികളൊക്കെ ചേർന്ന് നടത്തി. പുള്ളി ഭയങ്കര കഴിവുള്ളവരാണ്. അപ്പൊ ആ കഴിവുള്ളൊരു അച്ഛനെ ഈ കഴിവില്ലാത്തൊരു അച്ഛൻ ഇരിക്കുന്ന പള്ളിയില് അവിടുത്തെ വിശ്വാസികൾക്കും ഈ കഴിവൊക്കെ ഒന്ന് അവർക്കും വേണമല്ലോ. അതിനുള്ള ഉദാഹരണം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു വൈദികനെ നമ്മൾ എന്തിനാ അച്ഛൻ എന്ന് വിളിക്കും? ഒരു പിതൃസ്ഥാനി. അതെ, ആണല്ലോ. ആത്മീയ പിതാവായിട്ടാണ്. ഈ ബെന്നിയുടെ മക്കൾക്ക് തോന്നുക അടുത്ത വീട്ടിലെ അപ്പച്ചൻ കുറച്ചുകൂടെ നല്ലവനാ, ഞങ്ങളെ സിനിമയ്ക്കൊക്കെ വിടും. ബെന്നി പറയും നീ ചോറുണ്ടോളാൻ പറയുന്നുണ്ടെ അപ്പുറത്തെ അപ്പച്ചൻ പീച്ച മേടിച്ചു തരും, ബിരിയാണി തരും. അതുകൊണ്ട് ഈ അപ്പച്ചനെ കുറച്ചു കാലം നമ്മൾ അങ്ങോട്ട് വിട്ട് ആ അപ്പച്ചനെ, ഞങ്ങൾക്ക് ഒരു നല്ല അപ്പനെ കിട്ടണം. അല്ല, ഞാനത് പലപ്പോഴും ഞാനിത് ഈ ഉദാഹരണം ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഞാൻ മുമ്പേ പറയുന്ന അല്ല, കഴിവ് കെട്ടവനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ടിയ നല്ല കഴിവുള്ള ഒരു അച്ഛൻ അപ്പുറത്തേക്ക് കുറച്ചു നാൾ കിട്ടണമെന്ന് പറയുമ്പം വേറൊരു കഴിവ് കെട്ടവനെ അനുഭവിക്കുകയും വേണം. അപ്പം അടിസ്ഥാനപരമായ ചോദ്യം കഴിവ് കെട്ടവനെ ഉൾക്കൊള്ളണോ വേണ്ടായോ? പണിക്ക് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ അത് തന്നെ. അപ്പം ഈ മാനേജ്മെന്റ് സൈക്കിൾസിൽ എപ്പോഴും സർക്കിൾസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല ജോലിക്കാരനെ തെരഞ്ഞെടുക്കുന്നതിന് പകരം ഇടത്തരക്കാരനെയോ മോശക്കാരനെയോ തെരഞ്ഞെടുത്തിട്ട് ഇവനെ നന്നാക്കാമെന്ന് വിചാരിക്കുന്നത് മൂടത്തരമാണ്. മുമ്പ് സൂചിപ്പിച്ചതിൽ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ ഈ മുമ്പേ ഈ അച്ചടക്ക സമിതിയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ചില വൈദിക ശ്രേണികളിലുണ്ടായ അച്ചടക്ക രാഹിത്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചർച്ചയാണ്. ഈ എന്നെക്കാളും കൂടുതൽ ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ ജേർണലിസത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഇവരെയൊക്കെ ഈ സ്വഭാവം ഇവർ സെമിനാരി പഠിക്കുന്ന കാലം തൊട്ട് കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് പട്ടം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് എന്തിനു പട്ടം കൊടുക്കും? അവിടെയാണ് ചോദ്യം. അപ്പൊ ഞാൻ അതിലേക്കാ വരുന്നത്. ഞാൻ ഇവിടെ സെമിനാരി പഠനം കഴിഞ്ഞ പിള്ളേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ ഞാൻ എല്ലാ സെമസ്റ്ററിലും ഞാൻ ഇവരുമായിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം സംസാരിക്കും. ഇവരുടെ സെമിനാരി അധ്യാപകരുമായിട്ട് ഞാൻ സംസാരിക്കും. അവിടെ പഠിപ്പിക്കുന്ന നമ്മുടെ അച്ഛന്മാരുണ്ട്, അവരുമായിട്ട് സംസാരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും ഒരാളെ കുറിച്ച് ചിലരെ കുറിച്ച് എനിക്ക് ശാസിച്ചാൽ നന്നാകുമെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ആ ലെവൽ ചെയ്യും.
ചെല്ലട മോനെ നിനക്ക് പറ്റിയ പണിയല്ലത്. അല്ല, അത് ഒരിക്കലും അവന്റെ ക്യാരക്ടർ ജഡ്ജ്മെന്റ് അല്ല. ഹീസ് അൺഫിറ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ ജോബ്. ഇപ്പം എനിക്ക് ജേർണലിസം താല്പര്യമില്ലെങ്കിൽ എന്നെ പിടിച്ച് ജേർണലിസ്റ്റ് ആക്കിക്കൊണ്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ചിലപ്പോൾ ഒരു പത്രസ്ഥാപനം ഉണ്ടെന്ന് വിചാരിച്ചു, അത് വേറൊരു കാര്യം നോക്കിയോ. ഇപ്പൊ മനോരമ, അവിടുത്തെ പിള്ളേര് ആരെങ്കിലും ഇപ്പൊ ജേർണലിസ്റ്റ് ആയിട്ടുണ്ടോ? രാജന് ശേഷം, മാവമാത്യത്തിന് ശേഷം ആരും ജേർണലിസം പഠിച്ചില്ല. മറ്റേ മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് അവർ മാനേജ്മെന്റിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനോരമ സ്ഥാപനം എന്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ആരെങ്കിലും പിടിച്ച് അവർ പത്രസ്ഥാപനത്തിൽ ജേർണലിസ്റ്റ് ആക്കുകയല്ല. അപ്പൊ എന്ന് പറയുന്നതുമായി എനിക്ക് ഞാൻ അതിനകത്തൊരു ഉദാഹരണം പറയും. ഈ ചെല്ലി ചോദിക്കുക, ഒരാൾ എന്നോട് തിരുമേനി എന്തടിസ്ഥാനത്തിലാണ് ഒരാളെ വേണ്ട എന്ന് വെക്കുന്നു? ഞാൻ പറഞ്ഞു, വേണമെന്ന് വെക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? അപ്പം ഈ ഗുണത്തിനാണേലും ദോഷത്തിനാണേലും ഒരു മെത്രാപ്പോലീത്ത എന്നുള്ള രീതിയിൽ ഒരു വൈദികനെ തലയിൽ കൈവച്ച് ആക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം വളരെ സൂക്ഷ്മതയോടും പരിശോധനയോടുകൂടി ചെയ്യേണ്ടതാണെന്നും എനിക്കൊരു ബോധ്യം. അപ്പൊ എനിക്ക് ബോധ്യമില്ലാത്ത ഒരാളെ ഇനി ഞാൻ ചോദിക്കും, ഈ മെത്രാച്ചന്മാര് ഞങ്ങൾ പെണ്ണ് കെട്ടാത്തവരായതുകൊണ്ട് പലതിന്റെ ബുദ്ധിമുട്ട് അറിയാല. ഈ പറയുന്ന പട്ടം കൊടുക്കുന്ന ഏതെങ്കിലും പല സാധനങ്ങളെ കൊണ്ടും ഇവര് മക്കളുണ്ടായിരുന്നെ കെട്ടിക്കും. ഞാൻ ചോദിച്ചോ, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് പറയാം, സഹോദരന്റെ മകൾക്ക് ഒരു കല്യാണാലോചന വരുന്നു. ഒരു കുഴപ്പക്കാരൻ, സെമിനാരി തൊട്ട് ശല്യക്കാരനായി ചില കുസൃതികളൊക്കെ കാണിച്ചു നടന്ന ഒരു ചെമ്മാശന്റെ ആലോചന വന്ന മെത്രാച്ചൻ ചിലപ്പോൾ കൂടുതൽ കഥ പറഞ്ഞില്ലേ പറയുന്നത് തന്നെ, അത് നമുക്ക് വേണ്ട. എന്തുകൊണ്ടാ? പട്ടം കൊടുക്കാൻ അർഹതയുള്ള ഒരുത്തനാണെങ്കിൽ ഒരു കൊച്ചിനെ കെട്ടാൻ അർഹതയില്ല. അപ്പം ഈ അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് ഈ മറ്റു ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ കല്യാണം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ട്രയൽ ബേസിൽ 3 കൊല്ലത്തേക്ക് ഇവ കെട്ടി ഇവരൊന്നും ഒന്നിച്ച് ഇവിടുത്തെ രീതിക്ക് വേണമെങ്കിൽ നടക്കാം. നമ്മൾ അല്ല, ഇവിടെ പോലും കല്യാണം കെട്ടുന്നതിന് മുമ്പേ അവരത് നോക്കും. കെട്ടിക്കഴിഞ്ഞ് ഈ ഡിവോഴ്സ് ഉണ്ടേ പോലും അവരിത് ശ്രമിക്കാറില്ല എന്ന് പറയുന്ന മാതിരി നമ്മളാരും, ഞാൻ ഈ പലയിടത്ത് ഒരു ഉദാഹരണം പറയും. ഈ പ്രേമവിവാഹം നടക്കുന്നിടത്ത് ആരേലും പ്രേമിക്കുമ്പം പോലും ഒരു 3 കൊല്ലത്തേക്ക് കിട്ടാനായിട്ട് പ്രേമിക്കും. ഇല്ലല്ലോ. പരാജയപ്പെടുമ്പം പോലും അവരത് ജീവിതകാലം മുഴുവൻ കെട്ടി ജീവിക്കാമെന്നുള്ള ഒരു സങ്കല്പത്തിൽ, അതിൻ്റെ ഇടയ്ക്ക് മറ്റു കാരണങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുകൊണ്ടോ ചിലപ്പോൾ നടന്നില്ലെന്നുള്ളത് അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് ഞാൻ ഒരു ന്യായം വിധിയേക്കാളുപരി എന്ന് പറയുന്ന മാതിരി വൈദിക ശുശ്രൂഷ 3 കൊല്ലം. പിന്നെ ഇവിടെ സ്ഥിരമായി ട്രാൻസ്ഫർ നടക്കുന്ന സഭകൾ ഇവിടെ ഉണ്ട്. അവര് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും പച്ച പിടിച്ച് നിൽക്കുന്ന ഇതുകൊണ്ട്. ഈ മലയാളി കമ്മ്യൂണിറ്റീസിൽ ഏറ്റവും നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മള്. ഇത്രയും തിരക്കിനിടയിലും നമ്മളോടൊപ്പം അല്പസമയം പങ്കുചേർന്ന് നമ്മൾ ചോദിക്കാൻ കാത്തുവച്ച പല ചോദ്യങ്ങൾക്കും തിരുമേനി തന്നെ ആ ചോദ്യങ്ങളും അതിന് ഉത്തരവും തിരുമേനി തന്നെ തന്നു. ഏതായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ ആ മനസ്സ് കാണിച്ചതിന് തിരുമേനിയോടുള്ള നന്ദി. താങ്ക് യു.